ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ, ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. മട്ടാഞ്ചേരി ഭൂമി തട്ടിപ്പ് കേസ് തന്റെ പേരിൽ വ്യാജരേഖ ചമച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാം പ്രതിയായ കുഞ്ഞു മുഹമ്മദ് പോലീസിന് പരാതി നൽകി. കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് മട്ടാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മട്ടാഞ്ചേരി ഭൂമി തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രമുഖ വ്യവസായി ജോസഫ് സ്റ്റാൻലി തന്റെ ഭൂമി വ്യാജമായി രജിസ്റ്റർ ചെയ്ത് തട്ടിയെടുത്തെന്ന് കാണിച്ച് മട്ടാഞ്ചേരി പോലീസിന് നൽകിയ പരാതിയിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ഫോർട്ട് കൊച്ചി തുരുത്തി സ്വദേശി MP കുഞ്ഞു മുഹമ്മദ് കേസിൽ നാലാം പ്രതിയായിട്ടുള്ള ആന്റണി കുരീത്തറ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി. തീരാതരത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ക്രയവിക്രയം നടത്താനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ലെന്നും തന്റെ പേരിൽ തന്റെ പേരും വിലാസവും അറിയാവുന്ന കുടുംബത്തിലെ അംഗമായ ആന്റണി കുരീത്തറയും മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജരേഖ ചമച്ചതാകാമെന്ന് സംശയിക്കുന്നതായി കുഞ്ഞു മുഹമ്മദ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ആന്റണി കുരീത്തറയുടെ മാതാപിതാക്കൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്ന സമയത്ത് വണ്ടികൾക്ക് സ്പ്രേ പെയിന്റിംഗ് ചെയ്യാൻ താൻ പോയിട്ടുണ്ടെന്നും അല്ലാതെ ആന്റണി കുരീത്തറയെയോ മറ്റു പ്രതികളെയോ തനിക്ക് പരിചയമില്ലെന്നും കുഞ്ഞു മുഹമ്മദ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തന്നെ അന്വേഷിച്ച് പോലീസ് വന്നതിന് ശേഷം ആന്റണി കുരീത്തറയും സഹോദരനും തന്നെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചതായും ഇവർ തന്നെ ചതിക്കുമെന്ന ഭീതിയിൽ അവരോട് താൻ സംസാരിച്ചില്ലെന്നും കുഞ്ഞു മുഹമ്മദ് പറയുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ബാബു പരാതിക്കാരനായ ജോസഫ് സ്റ്റാൻലിയുടെ മുൻ മാനേജറും ജോസഫ് സ്റ്റാൻലിയുടെ വസ്തു ഇടപാടുകളെ സംബന്ധിച്ച് അറിവുള്ളയാളും രേഖകളുമായി ഇടപഴകുന്നയാളുമാണെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതായും ബാബുവും ആന്റണി കുരീത്തറയും അന്നത്തെ സബ് രജിസ്ട്രാറായിരുന്ന ദിവാകരൻ പിള്ളയും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി തന്റെ പേരിൽ താനറിയാതെ വ്യാജരേഖകൾ ചമച്ചതായും വസ്തു ഇടപാടുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ രണ്ടാം പ്രതിയായ തനിക്ക് 84 വയസ്സുണ്ടെന്നും പലവിധ രോഗങ്ങളാൽ അവശനാണെന്നും ആന്റണി കുരീത്തറയും മറ്റു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജരേഖ ചമച്ച് നടത്തിയിട്ടുള്ള കൃത്രിമ ഇടപാടിൽ നിരപരാധിയായി തന്നെ പോലീസ് പ്രതി ചേർത്തിരിക്കുകയാണെന്നും തനിക്ക് കോടതിയെ സമീപിക്കാനോ വക്കീലിനെ വെക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്നും പരാതിയിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. മട്ടാഞ്ചേരി ബസാർ റോഡിൽ തന്റെ പേരിലുള്ള വസ്തു വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തെന്ന് കാണിച്ചാണ് വ്യവസായി ജോസഫ് സ്റ്റാൻലി പരാതി നൽകിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് ആന്റണി കുരീത്തറ പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.